നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ബെഞ്ചാര ഈറ്റോ ക്ലബ്. നമ്മളിപ്പോ ഉള്ളത് ബെഞ്ചാരയിലാണ്. നമ്മൾ ഇന്ന് സാധാരണയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു പരിപാടി ചെയ്യാൻ പോകണം. നമ്മുടെ കയ്യിൽ ഫുഡ് കൂപ്പൺസ് ഉണ്ട്, ബെഞ്ചാര തന്നതാണ്. അപ്പൊ നമ്മൾ നേരെ ടൗണിലേക്ക് ഇറങ്ങുന്നു, ആളുകളെ കണ്ടുപിടിക്കുന്നു, അവരോട് നമ്മൾ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ശരി ഉത്തരം പറയുന്ന ആൾക്ക് 200 രൂപ വർത്ത് ആയിട്ടുള്ള ഈ ഫുഡ് കൂപ്പൺ നമ്മൾ നൽകുന്നു. അവർക്ക് ഇവിടെ വരാം, 200 രൂപയ്ക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ ബാ. ഹലോ എടാ, ഇരിക്കില്ലേ? എടാ, നമ്മള് ബെഞ്ചാര ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നാണ്. ഓക്കെ, അപ്പൊ നമ്മള് 2 ചോദ്യം ചോദിക്കും. അതിൽ നിങ്ങൾ 2 ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫുഡ് കൂപ്പൺ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഓക്കെ, റെഡിയല്ലേ? റെഡിയല്ലേ? പേരെങ്ങനെയാ? റോബിൻ. എവിടെ പഠിക്കുന്നേ? സെന്റ് തോമസില്. എത്രയിലാ? എല്ലാവരും 10ലാ? ഞാൻ പോവൂല. 7ലോ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഓക്കെ. എവിടെ പഠിക്കുന്നേ? ലിറ്റിൽ ഫ്ലോറില്. 10ല് അല്ല 10ലാ? എല്ലാവരും 10ലാ? നാളൊക്കെ എവിടെയല്ലോ? ഇവിടെ തന്നെ എല്ലാവരും കേളക്കാരാ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് ചോദ്യം ചെയ്യട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ബെഞ്ചാര ആണോ? ഫോൺ കൊണ്ടാണോ വന്നേ? ഓക്കെ, അങ്ങനെ നമ്മൾ ചോദ്യം ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഏത് പഴത്തിന്റെ വിത്താണ് പുറത്തുള്ളത്? ഇംഗ്ലീഷിലാണോ? കശുവണ്ടിയോ? ഉത്തരം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കൂപ്പൺ തരും ഫ്രീ ആയിട്ട്. ക്യാഷിനായിട്ടൊരു ഫ്രൂട്ട് അല്ലല്ലോ നമ്മൾ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഏത് പഴത്തിന്റെ വിത്താണ് പുറത്തുള്ളത്? അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പയറെടുക്കുന്നു. ഈ പയറിന്റെ വിത്തിരിക്കുന്ന പയറിന്റെ അകത്താണല്ലോ. അതുപോലെ എന്താ ഇങ്ങനെ ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഫ്രൂട്ടാണ്. ഏത് പഴത്തിന്റെയാണ്? നിങ്ങൾ പറഞ്ഞാൽ ഇതെല്ലാം ഫ്രൂട്ട് അല്ലല്ലോ. കശുമാമ്പഴമല്ല. നിങ്ങൾ കോപ്പി ചെയ്യുന്നുണ്ടോ? തണ്ണിമത്തനകത്തുള്ള റംബുട്ടാനല്ല. മലയാളിയുടെ വിജയമാണിത്, ജയകൃഷ്ണന്റെ വിജയമാണിത്, കോടിപതിയുടെ വിജയമാണിത്. ഇപ്പം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്ട്രോബെറി ആയിരുന്നു ഉത്തരം. ഒന്നാം തീയതി വരെ വാലിഡിറ്റി. 1-ാം തീയതിക്കുള്ളിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും വന്നിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കാം. പറഞ്ഞു, പേര് പറഞ്ഞു. അഭിഷേക്. നിന്റെ പേര്? അഭിഷേക്. എവിടെ പഠിക്കുന്ന? സെന്റ് തോമസില്. എത്രയാ? 10ല്. സ്ഥലം എടാ, ഇച്ചിരി സ്ഥലം കൊടുക്കാം അവർക്ക് പോവാനായിട്ട്. ഇങ്ങോട്ട് പോവാ. 10ല്. അഭിഷേക്. ഓക്കെ, ഇവരെല്ലാം ഫ്രണ്ട്സ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യം ഇതാണ്: തക്കാളി ഒരു പച്ചക്കറിയാണോ ഫ്രൂട്ടാണോ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പച്ചക്കറി ഓർ ഫ്രൂട്ട്. പച്ചക്കറി. ഉത്തരം തെറ്റി. നമുക്കിനി വേറെ ആളോട് ചോദിക്കാം. എന്റെ ഞാൻ ചോദിക്കാം, നിന്നോടാണോ ചോദിക്കുന്നത്? അപ്പൊ തേനില്ലേ, നമ്മുടെ തേൻ ആണി, അതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? ഇല്ല. എത്ര കാലങ്ങളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും? അതിൽ 2 ചോദ്യം ഉണ്ട്. 2 ചോദ്യം അതിന് ശരിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പോകാൻ പോകും. ഇപ്പോ ആപ്പിള്, ഓറഞ്ച്, പപ്പായ, വാട്ടർമെലൺ, കുറെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ളത്? ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് എത്ര പെർസെന്റേജ് വാട്ടർ ആയിരുന്നു? വാട്ടർമെലൺ എത്ര പെർസെന്റേജ് ഉണ്ടെന്ന് പറയാം. അതെന്നാ ചോദ്യം? പൈനാപ്പിള്. എത്ര പെർസെന്റേജ് ഉണ്ട്? ഇപ്പൊ എങ്ങനെയാ പറയാ? 50% ആണല്ലോ. പക്ഷെ പൈനാപ്പിൾ ഉത്തരം തെറ്റാണ്. പൈനാപ്പിളിനെ കഴിഞ്ഞും വാട്ടർമെലൺ ഞാൻ പറഞ്ഞല്ലേ. വാട്ടർമെലൻ വാട്ടർമെലൻ പറഞ്ഞില്ലല്ലോ. വാട്ടർമെലൻ ഓക്കെ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, നമ്മുടെ ഉത്തരങ്ങളെല്ലാം തെറ്റിയില്ലേ? ഞാൻ പോകട്ടെ. അവരൊക്കെ അവിടെ നോക്കുന്നത്, നമുക്ക് അവരോട് ചോദിച്ചോ. മുതലാളി നമസ്കാരം. കാരണം ബെഞ്ചാര ഒന്നായിരുന്നു. നമ്മള് യൂട്യൂബിൽ 2 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ അതിന് ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപയുടെ ഒരു കൂപ്പൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തോ? ഓക്കെ, എന്റെ പേര് ഏഞ്ചൽ പോണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഈ ഷോപ്പിന് ഓണറാണ്. ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ, പപ്പായ, വാട്ടർമെലൺ, ഇതിലേത് ഫ്രൂട്ടിലാണ്
ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് വാട്ടർ പെർസെന്റേജ് ആണെന്ന് പറയുന്നത് 70% കഴിക്കാൻ വാട്ടർ മെലോ വാട്ടർ മെലോ പറഞ്ഞു 92% വാട്ടർ കണ്ടന്റിലാണ് കൂടുതൽ. ഓക്കെ, അപ്പം ഒരു ചോദ്യം കൂടെ അതിന് ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ കൂപ്പം കിട്ടും. അപ്പോൾ ഓരോന്നിനും കിട്ടില്ല, രണ്ടെണ്ണത്തിന് ചരിത്രം പറഞ്ഞാൽ കൂപ്പം കിട്ടും. ഒരെണ്ണത്തിന് കിട്ടില്ല. അപ്പം അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മഞ്ഞപ്പൊടി ഉണ്ടല്ലോ, ഈ മഞ്ഞപ്പൊടിയിലേക്ക് നമ്മൾ ഏത് ആസിഡ് മിക്സ് ചെയ്താലാണ് നമുക്ക് റെഡ് കളർ കിട്ടും? രണ്ട് കെമിസ്ട്രി ചെയ്തിട്ടില്ലേ? മഞ്ഞപ്പൊടിയിലേക്ക് ചെയ്തില്ല. വേറെ ആരെങ്കിലും ഗസ് ചെയ്ത് നോക്കുന്നുണ്ടോ? ഇല്ല. ചുമ്മാ ഗസ് ചെയ്ത് നോക്കാം. ആസിഡിന്റെ മഞ്ഞപ്പൊടിയിൽ നമ്മൾ ഏത് ആസിഡ് മിക്സ് ചെയ്യാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് റെഡ് കളർ കിട്ടുക. ഗൂഗിളിൽ നോക്കല്ലേ? അല്ല, ഞങ്ങൾക്ക് ചോദ്യം മാറ്റി തരണം. ഒരുപാട് മറ്റേ പരിപാടി വേണ്ടി. ചോദ്യം മാറ്റി ചോദ്യം മാറ്റി തരണം. നിങ്ങൾ സ്റ്റാഫ് എന്തൊക്കെയുണ്ട് ഉഷാറില്ലാത്ത? നിങ്ങളിങ്ങനെ ഗസ് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾ സ്റ്റാഫിനില്ല. അതായത് മഞ്ഞപ്പൊടിയിലേക്ക് നമ്മൾ ഏത് ആസിഡ് മിക്സ് ചെയ്താലാണ് നമുക്ക് റെഡ് കളർ അപ്പം തോന്നി സമ്മതിക്കല്ലേ? ഓക്കെ, അപ്പം ബോറിക്കാത്തിരാ എന്തായാലും വന്നായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് നമ്മളെ കുറച്ച് കുക്കൂപ്പൺസ് ഉണ്ട്. രണ്ട് ചോദ്യം ചെയ്തു. രണ്ട് ചോദ്യം ഒന്ന് പരിചയപ്പെടുത്താം. നാളെ തന്നെയാണ്. ഈ ഫ്രൂട്ട്സിനെ ഏത് ഫുഡാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ്? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചാണ് മഞ്ഞപ്പൊടിയിലേക്ക് ഏത് ആപ്പിൾ മിക്സ് ചെയ്യുവാണെങ്കിൽ രണ്ട് മഞ്ഞപ്പൊടി നമ്മളടുത്ത് കുറച്ച് ഫുഡ് കൂപ്പൺസ് ഉണ്ട്. ഫുഡ് കൂപ്പൺ ഉണ്ട്. ഫുഡ് കൂപ്പൺ. അപ്പൊ നമ്മൾ രണ്ട് ചോദ്യം ചെയ്യും. രാജോട് ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 രൂപ വരെയുള്ള ഫുഡ് കൂപ്പൺ രാജോട് ഫ്രീ ചെയ്യും. നമ്മുടെ അതിപ്പോ എന്നോട് പറഞ്ഞു ചോദിക്കാം. പറ്റി തോട്ടെ പറ്റി പോട്ടെ നോക്കാം. പറ്റി തെറ്റിപ്പോയി കഴിഞ്ഞാൽ നോക്കാം. ഇതിപ്പോ വീഡിയോ പിടിക്കുക. അത് പിടിക്കാം. വിടാം. അത്രയേ ഉള്ളൂ. എല്ലാവരും വിചാരിച്ചു. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, ആപ്പിള്, പപ്പായ, വാട്ടർമെലൺ, പൈനാപ്പിൾ, അങ്ങനെ കുറെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ. അതിൽ ഏത് ഫ്രൂട്ട്സിലാണ് ഏറ്റവും കൂടുതൽ വെള്ളമാണ് വരുന്നത്? വെള്ളത്തിന്റെ അംശം നീളമുള്ള ഏത് ഫ്രൂട്ടാണ്? അത് തണ്ണിമത്തൻ. ഒരു തെറ്റിലേക്കിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ പച്ചമുളകും ഉണക്കമുളകും ഉണ്ടല്ലോ, അതിന്റെ ഏതിലാണ് വിറ്റമിൻ സി കൂടുതലുള്ളത്? വിറ്റമിൻ സി കൊണ്ടുള്ള ഉണങ്ങിയ മുളകില്ല, പച്ചമുളകാ. അപ്പം ഒരു തരം ശരിയായിട്ട് ഒന്നത്തേക്ക് ഒന്ന് പരിചയപ്പെടുത്തും. വേറെയാലും എവിടെ വയ്ക്കുന്നത്? പേര് എവിടെ വയ്ക്കുന്നത്? അമ്മയാണല്ലേ? ഓക്കെ, അപ്പം ഫസ്റ്റ് ചോദ്യം വന്നിട്ട് നമ്മുടെ പച്ചമുളകിലാണോ ഉണക്കമുളകിലാണോ കൂടുതൽ വിറ്റമിൻ സി? അത് നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചെയ്യാം. നിങ്ങൾ ആർക്കാണെങ്കിലും പറയാം.
നീ ഗസ് ചെയ്താണോ അത് അറിയാമെന്ന് പറഞ്ഞോ? ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം പറയുന്നത് തേങ്ങാപ്പാല് തേങ്ങ വെള്ളമാണ്. തേങ്ങാപ്പാലിലാണോ തേങ്ങ വെള്ളത്തിലാണോ കൂടുതൽ കലോറി? വെള്ളത്തിന്റെ ഉത്തരം പറഞ്ഞു, അത് ട്രൈ ചെയ്യുന്നുണ്ടോ? തേങ്ങാപ്പാലില് എത്ര കലോറിയാണ്? നല്ല വ്യത്യാസമുണ്ട്. 500 സംതിങ് കലോറീസ് ഉണ്ട് തേങ്ങാപ്പാല്. ഇതിലത്രയും വരുന്നത് രണ്ടൊത്തിരി ശരിയായിട്ടുണ്ട്. തൂക്കം കുറവാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കൂപ്പൺ കുറച്ച് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് അടുത്ത ദിവസം കടയിൽ വരും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒരുപക്ഷെ ഞങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കാം. ഓക്കെ, അപ്പം സൈനിങ് ഔട്ട്.